70% ഇന്ത്യക്കാർക്കും ഈ ഒരു പ്രത്യേക പോഷകം ഇല്ല. ഈ പ്രത്യേക പോഷകം ഹൃദയധമനികളിൽ കാൽഷ്യം അടിഞ്ഞുകൂടാതെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇത് ഹൃദയത്തെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ഡോക്ടർമാരും ഈ പോഷകത്തെക്കുറിച്ച് സംസാരിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിനെ ഒരു ട്രാഫിക് പോലീസ് പോലെ നല്ല വഴിയിലൂടെ തിരിച്ചുവിടുന്ന ഒരു പോഷകമാണ് വൈറ്റമിൻ K2. നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ K2 കുറവാണെങ്കിൽ അതൊരു അണക്കെട്ട് സിമന്റ് ചേർക്കാതെ നിർമ്മിക്കുന്ന പോലെയാണ്. വളരെ ദുർബലമായ രക്തധമനികളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. എന്നുവെച്ചാൽ രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് തന്നെ രക്തധമനികൾ വളരെ സ്റ്റിഫ് ആയിരിക്കും, കട്ടിയായിരിക്കും. ഇത് വളരെ സൈലന്റ് ആയിട്ടാണ് സംഭവിക്കുക. നമുക്ക് അതിന്റെ ഒരു സൂചന പോലും കിട്ടില്ല. നമ്മൾ കാൽഷ്യം അടങ്ങിയ ഒരു ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കുക. വിറ്റാമിൻ D ഈ കാൽഷ്യത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ ശരീരത്തിൽ എത്തുന്ന കാൽഷ്യം എല്ലിനെയും പല്ലിനെയും ബലപ്പെടുത്തുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. എന്നാൽ വൈറ്റമിൻ K2 കുറവുള്ള ഒരു വ്യക്തിയിൽ ഈ ആഗിരണം ചെയ്യപ്പെട്ട കാൽഷ്യം എല്ലിനകത്തേക്ക് എത്തിച്ചേരേണ്ടതിന് പകരം രക്തധമനികളിലേക്ക് റോങ് ആയിട്ട് എത്തിപ്പെടുകയാണ്. അവിടെ ഇത് അടിഞ്ഞുകൂടിയിട്ട് രക്തധമനികൾ കട്ടി കൂടുകയാണ്, എല്ല് പോലെ ഹാർഡ് ആവുകയാണ്. ഇത് കാരണം രക്തധമനികൾക്ക് ബ്ലോക്ക് വരുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു കാർഡിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞു കൂടിയാൽ ബ്ലോക്ക് നീക്കുന്ന ചികിത്സ വളരെ കഠിനമായിരിക്കും. നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, വൈറ്റമിൻ K2 കുറവുള്ള ഒരു വ്യക്തിക്ക് ഒരു ലക്ഷണവും പുറമേക്ക് ഉണ്ടാവില്ല. അറ്റാക്ക് വരുന്നവരെ അവർ ആരോഗ്യവാന്മാരായിരിക്കും. അതുപോലെ തന്നെ അവരുടെ വാൽവുകൾ കാൽഷ്യം അടിഞ്ഞുകൂടി ചുങ്ങിപ്പോകുന്ന അവസ്ഥ വരുന്നതുവരെ അവരത് അറിയ പോലുമില്ല. വൈറ്റമിൻ K സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നടക്കേണ്ടായി. അതിൽ കണ്ടെത്തിയത് വൈറ്റമിൻ K2 കഴിക്കുന്ന വ്യക്തികളിലെ വാൽവിൽ കാൽഷ്യം അടിഞ്ഞു കൂടുന്നത് തടയാൻ സാധിക്കുന്നുണ്ട്. രക്തധമനികൾ സ്റ്റിഫ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ കഴിഞ്ഞ വ്യക്തികളുടെ ആയുർദൈർഘ്യം കൂട്ടാനും വൈറ്റമിൻ K2 ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ K2 കുറയാൻ കൂടുതൽ സാധ്യതയുള്ള വ്യക്തികൾ ആരൊക്കെയാന്ന് നോക്കാം. കിഡ്നിയുടെ അസുഖമുള്ളവര്, വാർഫാരിൻ എന്ന് പറഞ്ഞ രക്തം കട്ടി കുറക്കുന്ന ഗുളിക കഴിക്കുന്നവര്, ഭക്ഷണത്തിൽ കൊഴുപ്പ് തീരെ കഴിക്കാത്തവര്, പ്യുവർ വെജിറ്റേറിയൻസ്, ഇങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ K2 കുറഞ്ഞിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ചിട്ടകൾ എന്ന് കരുതിയിട്ട് നമ്മൾ വെജിറ്റേറിയൻസ് ആയിരിക്കും, കൊഴുപ്പ് കുറച്ചാണ് കഴിക്കുക. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വൈറ്റമിൻ K2 കുറവാണ് ഉണ്ടാവുക. ഇനി വൈറ്റമിൻ K2 നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്? നെയ്യ്, അതുപോലെ തന്നെ ഫെർമെന്റഡ് ഭക്ഷണങ്ങൾ, തൈര്, പിക്കിൾസ്, നാറ്റോ, മുട്ടയുടെ മഞ്ഞ. വേണമെങ്കിൽ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം MK7 സപ്ലിമെന്റ്സ് അതും ഉപയോഗിക്കാവുന്നതാണ്. അത് വൈറ്റമിൻ K2 ഒരു ആക്റ്റീവ് ഫോം സപ്ലിമെന്റ് ആണ്. പ്രത്യേകിച്ച് കാൽഷ്യം സപ്ലിമെന്റ് ഉപയോഗിക്കുന്ന പ്രായം ചെന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും MK7 സപ്ലിമെന്റ്സ് ഇതിന്റെ കൂടെ കഴിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ അവർ കഴിക്കുന്ന കാൽഷ്യം സപ്ലിമെന്റ്സ് എല്ലിന് പകരം ഹൃദയത്തിൽ പോയിട്ട് അടിഞ്ഞുകൂടും. ചുരുക്കി പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിലെ രക്തധമനികളെ വേട്ടയാടുന്ന കാൽഷ്യത്തെ പിടിച്ചു കെട്ടാൻ വൈറ്റമിൻ K2